തുറവൂർ മുതൽ അരൂർ വരെയുള്ള എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി സൃഷ്ടിക്കപ്പെടുന്ന ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആദ്യഘട്ടമായി അരൂരിൽ നിന്നും തുറവൂർ വരെയുള്ള നിലവിലുള്ള നിർമ്മാണ പ്രവൃത്തികളുടെ കിഴക്കുഭാഗത്തെ റോഡ് ടാർ ചെയ്യുവാൻ തീരുമാനിച്ചു. നിലവിൽ അരൂരിൽ നിന്ന് തുറവൂരിലേക്ക് പോകുന്ന കിഴക്കുഭാഗത്തെ റോഡാണ് ആദ്യം ടാർ ചെയ്യുക. ഇതിനായി തുടർച്ചയായ മഴ തീർന്നാൽ ഉടൻ തന്നെ വാഹന ഗതാഗതം 3 ദിവസത്തേക്ക് തിരിച്ചുവിട്ട് റോഡ് നിർമ്മാണം പൂർത്തിയാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. അവധി ദിവസങ്ങൾ കൂടുതൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നതിന് കളക്ടർ തുറവൂരിൽ ചേർന്ന ദേശീയപാത അധികൃതരുടെയും മറ്റു ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ നിർദ്ദേശം നൽകി. റോഡ് ഗതാഗതം നിയന്ത്രിക്കുന്നത് സംബന്ധിച്ച് യോഗ തീരുമാനങ്ങൾ ജില്ലയുടെ ചുമതലയിലുള്ള കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദുമായി ചർച്ച ചെയ്ത് അന്തിമ അനുവാദം ലഭിച്ച ശേഷം നടപ്പിലാക്കുമെന്നും കളക്ടർ പറഞ്ഞു. 12 കിലോമീറ്റർ വരുന്ന ഈ ഭാഗം ഒരു വശം കുഴി അടച്ച് ടാർ ചെയ്യുന്നതിന് 3 ദിവസമാണ് ദേശീയപാത അതോറിറ്റി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഭാഗത്ത് കൂടുതൽ കുഴികൾ ഉള്ളത് പരിഗണിച്ചാണ് ആദ്യം ഈ ഭാഗം നന്നാക്കുന്നത്. തുടർന്ന് പടിഞ്ഞാറ് ഭാഗത്തെ റോഡിന്റെ ടാറിങ്ങും നടത്തും. ഇതിനായി പിന്നീട് ഗതാഗത ക്രമീകരണം നടത്തേണ്ടി വരും. സാധ്യമെങ്കിൽ മഴ മാറി നിൽക്കുന്ന പക്ഷം ശനിയാഴ്ചയോ ഞായറാഴ്ചയോ പണികൾ ആരംഭിക്കുവാൻ കഴിയുമെന്നാണ് കരുതുന്നതെന്ന് യോഗം വിലയിരുത്തി. അപ്പോൾ ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ ചെയ്തത് ഈ റോഡിന്റെ കണ്ടീഷൻ മെച്ചപ്പെടുത്തുന്നത് ടാർ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനകത്തൊരു പ്രശ്നം വരുന്നത് ഈ ടാർ ചെയ്യുമ്പോൾ ഈ ഡൈവേർഷൻസ് അങ്ങനെ ഈ ട്രാഫിക്കിനെ അങ്ങനെ കണ്ടുകൊണ്ടുള്ള വിഷയമില്ല. അപ്പോൾ നമ്മളൊരു ചെറിയൊരു തീരുമാനത്തിൽ എടുത്തേക്കുന്നത് ഒരു 3 ദിവസം എടുക്കുന്നുണ്ട് ഈ ടാറിംഗ് പോർഷനിൽ 12 കിലോമീറ്റർ ടാറിംഗ് പൂർത്തീകരിക്കാൻ 3 ദിവസം. അപ്പോൾ ആ ദിവസങ്ങളിൽ നമ്മളിപ്പോൾ ഒരു വൈഡ് പബ്ലിസിറ്റി കൊടുത്ത് പത്രമാധ്യമത്തിൽ കൊടുക്കുന്ന പബ്ലിസിറ്റി കൊടുത്തതിന് ശേഷം ഈ ട്രാഫിക്കിനെ ഡൈവേർട്ട് ചെയ്യുകയും ആവശ്യമായ നിയന്ത്രണങ്ങൾ വെക്കേറ്റ് ചെയ്യുകയും ശേഷമുള്ള ട്രാഫിക്കുകൾ നമ്മൾ ഡൈവേർഷൻ റോഡുകൾ ക്രമീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്.